വിശുദ്ധ തിരുവെഴുത്തുകളെ നാം പരിശോധിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യത്തിലാണ് ഏലിയാവ് എന്ന അനുഗ്രഹീതനായ പ്രവാചകന്റെ ദൈവപുരുഷന്റെ രംഗപ്രവേശനം. ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങളിൽ പ്രയോജനപ്പെട്ട അമാനുഷികമായ ദൈവകൃപയുടെയും അഭിഷേകത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ഉറവിടമായിരുന്നു ഏലിയാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ. ആ ദൈവമനുഷ്യൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് വായിക്കപ്പെടുമ്പോൾ ശരിക്കും അത് വിശ്വസിക്കപ്പെടുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഏലിയാവ് എന്നെ പോലെ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നോ എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്കത് വിശ്വസിക്കുവാൻ പോലും കഴിയുകയില്ല. കാരണം അത്ര ശക്തമായി, സൂപ്പർ നാച്ചുറലായി, പ്രകൃതിയാതീതമായി ദൈവം ആ ദൈവപുരുഷനെ ഉപയോഗിച്ചതാണ്. എന്നാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം ആരംഭിക്കുന്നത് എന്നാൽ തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് അധരങ്ങളെ തുറന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ആ വാക്കിന്റെ മുൻപിൽ മഴമേഘങ്ങൾ അടഞ്ഞു നിൽക്കുമ്പോൾ, ഒരു രാജ്യം വിറയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായിട്ടാണ് ആ മനുഷ്യനെ ദൈവം ആ രാജ്യത്തിൽ ഇസ്രായേലിൽ ഉപയോഗിച്ചത്. എന്നാൽ നമുക്കറിയാം, യോർദാനെ വിഭാഗിക്കുവാൻ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. കർമ്മേലിന്റെ മലമുകളിൽ തീയിറക്കുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, സത്യദൈവം ആരെന്ന് ദേശത്തെ കാണിച്ചു കൊടുക്കുവാൻ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ ഒട്ടനവധി അത്യത്ഭുതകരമായ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഏലിയാവിനെ ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാനിടയായി. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം എന്നെ താങ്ങിയ സർവശക്തന്റെ നാമം. അതാണ് ഏലിയാവ് പറഞ്ഞത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി തീരുന്നതിൻ്റെ ഏറ്റവും പ്രാരംഭമായ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏലിയാവിന് ജീവനുള്ള ദൈവവുമായി നിലനിൽക്കുന്ന നിലവാരമുള്ള ആഴമേറിയ ഒരു ബന്ധമുണ്ടായിരുന്നു. ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവമായ യഹോവ. സേവിച്ചിരുന്നതല്ല, സേവിച്ച് കുഴഞ്ഞതല്ല, സേവിക്കണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതല്ല, ഞാൻ സേവിച്ച് നിൽക്കുന്ന, അതൊരു പ്രസന്റ് റിലേഷൻഷിപ്പാണ്. ഇപ്പോഴും ആ ദൈവത്തോടുള്ള ആ ദൈവപുരുഷന്റെ ബന്ധം അത് വളരെ ആഴമേറിയൊരു സത്യമാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ജീവനുള്ള ദൈവവുമായി ഇപ്പോഴും ഒരു ബന്ധമുണ്ടോ? ആഴമേറിയൊരു ബന്ധമുണ്ടോ? പ്രാർത്ഥനയിലൊരു ബന്ധമുണ്ടോ? എത്ര ആഹാബുമാരും എത്ര ഇസബേലുമാരും നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും, എത്രയെത്ര വെല്ലുവിളികൾ നിങ്ങൾക്ക് ചുറ്റും മനുഷ്യൻ ഉയർത്തിയാലും, എത്രയെത്ര അസൂയാലുക്കൾ നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചാലും, തുറിച്ചു നോക്കിയാലും, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ജീവനുള്ള ദൈവവുമായി നിങ്ങൾക്കൊരു പ്രസന്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങളെ ഒരു അത്ഭുതമാക്കി തീർക്കുവാനിടയാകും. 2, ഏലിയാവ് ആഹാബിനോട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. എൻ്റെ വാക്കുകളെ യാഥാർത്ഥ്യമാക്കുന്ന, എൻ്റെ വാക്കുകളെ പ്രവൃത്തിയാക്കുന്ന, എൻ്റെ വാക്കുകളെ അത്ഭുതമാക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ ആഹ്വാനം, നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ പറയുന്നതിനെ യാഥാർത്ഥ്യമാക്കുന്ന, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളെ മാനിക്കുന്ന സർവശക്തനാകുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, കർത്താവേ, എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കും, എൻ്റെ പ്രതികൂലത്തിൻ്റെ, പ്രതിസന്ധിയുടെ, വിഷമങ്ങളുടെ, വേദനകളുടെ ഘട്ടങ്ങളിൽ എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾക്കും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. കർത്താവേ, നീ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും, എണ്ണമില്ലാത്ത കൃപകൾക്കും ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന്. അവിടെ നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുവാൻ കഴിഞ്ഞാൽ, എൻ്റെ വാക്കുകളെ യാഥാർത്ഥ്യമാക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ വാക്കുകളെ അത്ഭുതമാക്കുന്നൊരു കർത്താവുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി